ടൈമായിരുന്നു. അപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് ആ തിരുവിലെത്തിയപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പിള്ളേർ വന്നിട്ട് പറഞ്ഞു, ചേച്ചി ആന വരുന്നുണ്ട്, റിവേഴ്സ് എടുക്കുക ബാക്കിൽ സ്കൂട്ടിയിൽ മോള് വരുന്നുണ്ടായിരുന്നു, ഇപ്പുറത്തെ ഒരു കാർ ഇങ്ങടുത്ത് റിവേഴ്സ് ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, ഫ്രണ്ടിൽ പിള്ളേരുണ്ടായിരുന്നു. അപ്പം മാക്സിമം റിവേഴ്സ് എടുക്കാൻ നോക്കി പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മോളോട് ബാക്കിൽ പോകുമെന്ന് പറയാൻ തുടങ്ങി. കാരണം ഇനി എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റില്ല, അവളോടെങ്കിലും പോകാൻ പറയുമ്പോഴേക്കും ആന അടുത്തെത്തി മൊത്തം എടുത്ത് പൊക്കി. ആന വണ്ടിയോട് കൂടി എടുത്ത് തന്നെ പൊക്കി. എന്നിട്ട് വീണ്ടും കുത്താണ്, ആനട്ടിട്ട് കുത്തിക്കൊണ്ടിരിക്കുക. വണ്ടി എടുത്ത് കുത്തി പൊന്തിച്ച് സൈഡിലേക്കാക്കി. എന്നിട്ട് കുത്തിയിട്ട് ആന ആ സൈഡത്തെ വഴി കൂടെ പോയി. അവർക്ക് ഓപ്പോസിറ്റ് ഡോറിൽ കൂടെ പിള്ളേർ, അവിടെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു, അവരാണ് ഈ സ്കൂട്ടിയിൽ വരുന്നത്. ആ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് തന്നെ അവിടെ നിന്ന് തിരിച്ച് വലിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഉള്ള ഡോർ കൂടെ വലിച്ചെടുക്കുകയായിരുന്നു. ഓപ്പോസിറ്റ് ഡോർ കൂടെ ഇറങ്ങി ഓടിയതാണോ? എനിക്കും ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഞാൻ അവിടെ ജാമായി. എന്നിട്ട് പിള്ളേർ വലിച്ചെടുക്കുകയായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന്. അതെ അതെ അതെ, തീർന്നു തോന്നി സാറേ, അത്ര ഉണ്ടായിരുന്നു. രക്ഷപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോൾ സംഭവിച്ചതൊക്കെ ആലോചിക്കുമ്പോൾ നൈബറാണ് വലിയ ഞെട്ടൽ തന്നെയാണ്. ജന്മം രണ്ടാം ജന്മം എന്ന് പറയാം. അതല്ലെങ്കിൽ പിന്നെ വീണ്ടും